ഉദ്ഘാടകരായി വന്നവരാരാ? എംപിയും എംഎൽഎയും നേതാക്കൾ പലരും എത്തി. അവരും പറ്റി പങ്കാളിത്തം ഇൻക്ലാബ് ഭാവിയില തട്ടിപ്പ് പങ്കാളികളായി മെമ്പർമാർ എൻജിഒയുടെ പേര് പറഞ്ഞ് വാരിക്കുട്ടി ലക്ഷങ്ങൾ രാജിവെച്ച് പുറത്ത് കൊണ്ടുപോയെന്ന പേര് പറഞ്ഞ് പാവം ജനതയെ വഞ്ചിച്ച് കോടികൾ നൽകിയ മെമ്പർമാർ, കോടികൾ നേടിയ മെമ്പർമാർ, നേതാക്കൾക്ക് കൊടുത്തതത്ര സിന്ദാബാദ്. ഇൻക്ലാബ് 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 സിന്ദാബാദ്. വൻകിട കമ്പനികളുടെ CSR ഫണ്ടിൽ പാതി വിലയ്ക്ക് സ്കൂട്ടറടക്കം വിതരണം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി പണം തട്ടിയ വേങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPIM വേങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് വേങ്ങര ടൗണിൽ CPIM ഏരിയ സെക്രട്ടറി KT അലവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്ഥാന തലത്തിൽ തന്നെ വ്യാപകമായ ഈ പാതിവില ഉപകരണങ്ങൾ നൽകുന്ന തട്ടിപ്പ് വിവാദമായിരിക്കുകയാണല്ലോ. അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ടീമിനെ അടക്കപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെ പുറത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് വേങ്ങര പഞ്ചായത്തിലെ 17-ാം വാർഡ് മെമ്പർ യൂസുഫ് അലി എന്ന് പറയുന്ന മെമ്പറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 6 മാസക്കാലമായി സ്കൂട്ടർ നൽകാമെന്ന പേരിൽ 60,000 രൂപ, സൈക്കിൾ കുട്ടികൾക്ക് നൽകാമെന്ന പേരിൽ 2,500 രൂപ, ലാപ്ടോപ്പ് നൽകാമെന്ന പേരിൽ 10,000 രൂപ തോതിലേക്ക് വ്യാപകമായി പിരിവ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഏതാണ്ട് 50 ലക്ഷം രൂപയോളം വേങ്ങരയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഇവർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വിശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA അടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ച് ഉദ്ഘാടനമൊക്കെ നടത്തിയിട്ടുണ്ട്. അവർ നിരപരാധികളാണ്, ഇതിൻ്റെ വ്യവസ്ഥ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവം വളരെ ഗൗരവമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് മുന്നോട്ടെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ധാർമ്മികമായി ഈ സംഭവത്തിൻ്റെ തട്ടിപ്പിനെ സംബന്ധിച്ച് ബോധ്യമുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഹെഡ് ഓഫീസ് മലപ്പുറത്താണല്ലോ, ബഹുമാനപ്പെട്ട തങ്ങളടക്കം കുഞ്ഞാലിക്കുട്ടികളൊക്കെ നേക്കാൻ മുൻകൈ എടുത്തുകൊണ്ട് തട്ടിപ്പിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച പഞ്ചായത്ത് മെമ്പർമാരോടും രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ മാത്രമേ അവർ നിരപരാധികളാണ്, അവരും ഈ പറയുന്ന അരവിന്ദ് കൃഷ്ണൻ്റെയും മറ്റും ഭാഗമായി തട്ടിപ്പിന് അവർ ഭാഗവാക്കായതാണ്, അവരും വഞ്ചിക്കപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുള്ളൂ. അതല്ലാതെ രക്ഷപ്പെടുന്നതിന് വേണ്ടി വേങ്ങര പോലീസിൽ ഒരു പരാതി കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ഈ പഞ്ചായത്ത് മെമ്പർമാർ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഈ കാര്യത്തിൽ സത്വരമായുള്ള നടപടികൾ വന്നില്ലെങ്കിൽ ഇദ്ദേഹം തന്നെ വാഗ്ദാനം നൽകിയിട്ടുള്ള 20-ാം തീയതി ശേഷം ഏതാണ്ട് 10-60ഓളം പേരുകൾ ഈ പരാതി നൽകിയിട്ടുണ്ട്. അവരുടെ ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളത്. ഈ 20-ാം തീയതി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സമയം കഴിഞ്ഞാൽ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ തോതിലേക്കുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും എന്നാണ് CPM വേങ്ങര ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. NGO കോൺഫെഡറേഷന്റെ മറപറ്റി നടത്തിയ ഈ തട്ടിപ്പിൽ വേങ്ങരയിൽ നിരവധി പേരാണ് ഇതിനോടകം അകപ്പെട്ടിട്ടുള്ളത്. സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ഇലക്ട്രിക് സ്കൂട്ടർ, ലാപ്ടോപ്പ് എന്നിവ പാതി വിലയ്ക്ക് നൽകാമെന്നാണ് വാഗ്ദാനം നൽകിയത്. ഇപ്പോൾ കേസിൽ അകപ്പെട്ട അനന്തു കൃഷ്ണന്റെ ഏജന്റായി വേങ്ങരയിൽ പ്രവർത്തിച്ച ഗ്രാമപഞ്ചായത്ത് അംഗവും കൊർദോവ ചാരിറ്റബിൾ ട്രസ്റ്റ് NGOയുടെ ചെയർമാനുമായ യൂസഫ് അലി വലിയോറയാണ്
പലരിൽ നിന്നായി ലക്ഷങ്ങൾ വാങ്ങിയത്. തട്ടിപ്പിന് മറയിടാനും ജനങ്ങളെ കബളിപ്പിക്കാനുമാണ് ഇദ്ദേഹം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ അനന്തു കൃഷ്ണനെതിരെ പരാതി നൽകിയിട്ടുള്ളതെന്ന് സമാന തട്ടിപ്പ് നടത്തിയ അംഗങ്ങളടക്കം രാജിവെക്കണമെന്ന് മാർച്ചിൽ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ വി ശിവദാസ്, എൻ മുഹമ്മദ് അഷ്റഫ്, പി പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. മാർച്ചിന് പി അച്യുതൻ, കെ വി ഗോപിനാഥ്, കെ സുരേഷ് കുമാർ, സമദ് കുറുക്കൻ എന്നിവർ നേതൃത്വം നൽകി. ഇപ്പൊ ഇവിടെ ഏതാണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കിയാൻ കഴിഞ്ഞിട്ടുള്ളത് 50 ലക്ഷത്തിൽ പരം രൂപ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് ഇവിടെ തട്ടിയെടുത്തിട്ടുണ്ട്. ആ തട്ടിയെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അതിന്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചിട്ടുള്ള അനന്തകുമാറും അനന്തകൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകളെ ജനങ്ങളുടെ മുമ്പിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് വിശിഷ്ട വ്യക്തിയുടെ പരിവേഷം നൽകിക്കൊണ്ട് ഈ തട്ടിപ്പിൽ പങ്കാളികളായവരാണ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ. കഴിഞ്ഞ ജൂൺ മാസം 7-ാം തീയതി പാണ്ഡികശാലയിൽ ഇതിന്റെ ഒരു ഔപചാരിക ഉദ്ഘാടനം കൊർത്തോവ എന്ന് പറയുന്ന ഒരു NGO സംഘടനയുടെയും പേരുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടുത്തെ പഞ്ചായത്ത് ബോർഡ് മെമ്പർ സംഘടിപ്പിക്കുകയുണ്ടായി. വേങ്ങരയിലെ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളെയും പാർട്ടിയുടെ പ്രതിനിധികളെയും അതിലേക്ക് ക്ഷണിച്ചു. CPIM-ന്റെ ലോക്കൽ കമ്മിറ്റിയുടെ പ്രതിനിധിയും അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പങ്കെടുത്തില്ല. ബാക്കി ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ, ഞങ്ങൾ പങ്കെടുത്തില്ല. എന്തുകൊണ്ട് പങ്കെടുത്തില്ല? എങ്ങനെയാണ് ഈ പദ്ധതി? ഇത് സർക്കാരിന്റെ പദ്ധതിയാണോ? ആരാണ് നേതൃത്വം നൽകുന്നത്? ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ജനപ്രതിനിധി നേതൃത്വം നൽകുകയാണ്. എങ്ങനെയാണ് ഈ പദ്ധതി? ഇവര് പറയുന്നത് CSR ഫണ്ട് ലഭിക്കും എന്നുള്ളതാണ്. ഇവർക്ക് CSR ഫണ്ട് എങ്ങനെ ലഭിക്കുക? എന്താണ് ഈ CSR ഫണ്ട്? രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി നിർബന്ധിതമായി നൽകേണ്ട CSR ഫണ്ട്, അതെന്തിനു വേണ്ടിയാ രാജ്യത്ത് വിനിയോഗിക്കുന്നതിന് ചട്ടങ്ങളില്ലേ? അതിന് നിയമങ്ങളില്ലേ? ഇവർക്ക് എങ്ങനെയാണ് ലാപ്ടോപ്പ് കച്ചവടത്തിനും സ്കൂട്ടർ കച്ചവടത്തിനും സൈക്കിൾ കച്ചവടത്തിനും തയ്യൽ മെഷീൻ കച്ചവടത്തിനും അത് ലഭിക്കുക? അത് ചിന്തിക്കണ്ടേ? എത്ര രൂപ നിങ്ങൾക്ക് കിട്ടി? നിങ്ങൾ ഈ പദ്ധതി നടപ്പാക്കുന്നു. ആ നടപ്പാക്കുന്നതിന് അംഗമായി ചേർന്നല്ലോ. നിങ്ങൾക്ക് എത്ര രൂപയാണ് CSR ഫണ്ട് ഇനത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. ഇപ്പൊ നിങ്ങൾ പറയുന്നത് എന്താ? ഞങ്ങൾ ഇതിനെ കുറിച്ച് വ്യാപകമായി അന്വേഷിച്ചപ്പോൾ സ്കൂട്ടറിന് പൈസ കൊടുത്തവരുണ്ട്, 66,000 രൂപ കൊടുത്ത ആളുണ്ട്, തയ്യൽ മെഷീന് പൈസ കൊടുത്തവരുണ്ട്, അതുപോലെ തന്നെ പിന്നെ സൈക്കിളിന് പൈസ കൊടുത്തവരുണ്ട്, ലാപ്ടോപ്പിന് പൈസ കൊടുത്തവരുണ്ട്. ആ പൈസ കൊടുത്ത ആളുകളെല്ലാം മറ്റു പ്രദേശങ്ങളെ പോലെ പ്രതിഷേധിച്ചവരോട് പൈസ തിരിച്ചു ചോദിച്ചിരിക്കുക. ഇല്ലെങ്കിൽ ഞങ്ങൾ പരാതി നൽകും. പക്ഷേ ജനപ്രതിനിധിയാണ് മുന്നിൽ വന്ന് പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, നിങ്ങളൊന്ന് ക്ഷമിക്കണം, 20-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അതിനകം നിങ്ങളെ പൈസ തന്നിരിക്കും. ഞങ്ങൾ പല ആളുകളെയും സംസാരിച്ചു. ആ ആളുകളോട് നിങ്ങളൊന്ന് പരാതി കൊടുക്ക്. അപ്പൊ അവര് പറഞ്ഞെന്താ? നമുക്ക് വാക്കിനൊരു വിലയില്ലേ? നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് 20-ാം തീയതി വരെ ഞാൻ ക്ഷമിച്ചോളാം. നിങ്ങൾ നോക്കൂ, 20-ാം തീയതിക്ക് ശേഷം വേങ്ങരയിലെ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകൾ രംഗത്ത് വരും. തട്ടിപ്പിനിരയാത്ത ആളുകൾ വേങ്ങരയിൽ രംഗത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നേക്കുമായിട്ട് ഇതിൽ വഞ്ചിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഇപ്പൊ പറഞ്ഞ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സൗദിയിലൊക്കെ ഈ സംവിധാനം നൽകുന്നതാണ്. ഇന്ത്യ രാജ്യത്ത് എവിടെയും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റ് കമ്പനികൾ, വൻകിട കമ്പനികൾ തങ്ങളുടെ ലാഭത്തിന്റെ 1% നിശ്ചിത ശതമാനം കേന്ദ്ര സർക്കാരിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയോ വികസന പദ്ധതികളിലൂടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ചെലവഴിക്കാറുണ്ട്. നിർബന്ധമാണ്. അങ്ങനെ നിർബന്ധമാക്കുന്ന ഫണ്ട്, ആ ഫണ്ടിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പൊ മലപ്പുറം താലൂക്ക് ആശുപത്രി നമ്മുടെ ZTV എന്ന് പറയുന്ന ടെലിവിഷൻ കമ്പനി ഇപ്പൊ ആംബുലൻസ് നൽകിയിട്ടുണ്ട്. അവരുടെ CSR ഫണ്ടാണ്. അങ്ങനെ പൊതുജനാധാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഏത് വിഷയത്തിലും തങ്ങൾക്ക് തട്ടിപ്പ് നടത്താൻ വഴി കണ്ടെത്തുന്ന UDF-കാരനും അതുപോലെ BJP-കാരനും ആ വഴിക്ക് അത് ചിന്തിച്ചുകൊണ്ട് അതിന്റെ പേരിൽ CSR ഫണ്ട് നടത്ത ചോദിച്ച പോലെ എത്ര കിട്ടിയെന്ന് നമുക്കറിയില്ല. പക്ഷെ ആ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ കബളിപ്പിക്കാനാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. വേങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണ വൈകല്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരം പുലരോളം നമുക്ക് പറയാനുണ്ടാവും. അതിനെ സംബന്ധിച്ച് അടുത്തൊരു ഘട്ടത്തിൽ
റംസാനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഒരു വരവും കൂടി വരേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വരാം. ഇതിനു മുമ്പ് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ മാർക്കറ്റ് റോഡ് 2 മാസത്തിലധികമായി ഇന്റർലോക്ക് ചെയ്യാൻ വേണ്ടി പൊളിച്ചിട്ടുള്ള മാർക്കറ്റ് റോഡ്. അപ്പൊ ആളുകൾ, ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെ പറയുന്നത് ഞങ്ങൾ ഈ റോഡ് മറന്നു കഴിഞ്ഞു എന്നാണ്. ഇങ്ങനെ റോഡ് ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ള ധാരണ ഞങ്ങൾ വിട്ടു കഴിഞ്ഞു. ഞങ്ങൾ പല രീതിയിലും മറ്റു സ്ഥലങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അത്രയും നിഷ്ക്രിയമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് വേങ്ങരയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. പല തീരുമാനങ്ങളും നമ്മൾ എടുത്തതാണ്. അതിന്റെ അധ്യക്ഷ ആരാ? വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. അവരിപ്പോ പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ഒരു ബോർഡ് വെച്ച് പോകുന്നു എന്നതിൽ അപ്പുറം ഒരു പരിപാടിയും അത് എങ്ങനെ പ്രായോഗികമാക്കണം എന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടി യാതൊരു തീരുമാനം അവർക്ക് എടുക്കാൻ കഴിയുന്നില്ല. ആർക്കു വേണ്ടിയാണ് ഈ ഭരണം? അപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ചില തട്ടിപ്പുകാർക്കും വെട്ടിപ്പുകാർക്കും വേണ്ടി 5 വർഷം ഇവര് ഈ ജനങ്ങളുടെ വിലപ്പെട്ട സമയം അവരുടെ നികുതിയും വാങ്ങി കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് MTN ന്യൂസ്. മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല. യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഈസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം. ഈസി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററേക്കാൾ 10 മടങ്ങ് ആയുസ്സും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമില്ല. മാത്രമല്ല, പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ്. ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പനിയിലെ ചൂളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായകമാവുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു. ഇതിൽ പ്ലാസ്റ്റിക്, ഫുഡ് വേസ്റ്റ്, നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ്. സംസ്കരണ ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രില്ലിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റിപ്പിടിച്ചിരിക്കില്ല. ഓഡിറ്റോറിയം, ആശുപത്രികൾ, ഹോട്ടലുകൾ, ഹോസ്റ്റലുകൾ, ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് 100% അനുയോജ്യമാണ് ഈസി വേസ്റ്റ് ഇൻസിനറേറ്ററുകൾ. അയൺടെക് സൊല്യൂഷൻസ്, ചേരൂർ റോഡ്, വേങ്ങര. കോൺടാക്ട് 9947 371 968.